അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമവാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ ജയിൽ വാസികൾക്ക് ദഅവത്ത് നടത്തവേ അദ്ദേഹം പറഞ്ഞ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് എന്നത് വിശദീകരിച്ചാണ് നിർത്തിയത്. ഇത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ തൗഹീദ്, അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണം, നിങ്ങൾ ആരാധിക്കപ്പെടുന്നതിനെ ഒഴിവാക്കണം എന്നുള്ളത് പറയവേ അദ്ദേഹം പറഞ്ഞു മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ എന്ന് പറഞ്ഞു. അദ്ദേഹം ആ ജയിൽവാസികളോട് പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ വാക്കല്ല, എൻ്റെ കൽപ്പനയല്ല, എൻ്റെ തീരുമാനമല്ല. പിന്നെയോ ഞാൻ പറയുന്നത് എന്തോ അത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന മാത്രമാണ്. എന്നിട്ട് അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്നു, അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, അവനെ അല്ലാതെ ഒന്നിനെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് അവൻ ശാസിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് ചെയ്തത്. ഇവിടെ അള്ളാഹുവിൻ്റെ വിധികർത്തൃത്വം എന്നുള്ള ഒരു വിഷയത്തെ സവിസ്തരം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രസ്താവിക്കുന്ന ഒരു സന്ദർഭമല്ലത്. പക്ഷേ ഈ ആയത്ത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് ഇത് വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പറഞ്ഞു, സൂറത്ത് അൻആമിൽ, അതേപോലെ സൂറത്ത് യൂസുഫിൽ തന്നെ ഇനി വരും. പക്ഷേ ഇതിനെ എടുത്തിട്ടാണ് എന്ത് ചെയ്തത്, ഒരു വിഭാഗം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് വിധികർത്തൃത്വം നിശ്ചയിച്ചിട്ടുണ്ട്, ആ വിഷയത്തിൽ പോലും ആളുകൾ വിധിക്കാൻ പാടില്ല, വിധികർത്തൃത്വം അള്ളാഹുവിനാണ് എന്ന് ശഠിക്കേണ്ടത്. അതിനാണ് നമ്മൾ ആരെ പറഞ്ഞത്, ഖവാരിജികളുടെ ചരിത്രം പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖവാരിജികളുടെ അടുക്കലേക്ക് പോയ സംഭവം പറഞ്ഞല്ലോ, അവരെ ബോധ്യപ്പെടുത്തി ഇബ്നു അബ്ബാസ് അള്ളാഹു ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിധികർത്താക്കളാക്കിയിട്ടുണ്ട്. അതിന് രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന് എന്താ പറഞ്ഞത്, ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിച്ചവർ കരയിൽ വേട്ടയാടിയാൽ, ഇബ്നു അബ്ബാസ് പറയാണ് റുബു ദിർഹം വിലയുള്ള ഒരു അർണബിനെ വേട്ടയാടിയാൽ, റുബു ദിർഹം എന്ന് പറഞ്ഞാൽ കാലണ വിലയുള്ള ഒരു മുയലിനെയാണ് ഒരാൾ വേട്ടയാടിയത് ഇഹ്റാമിൽ പ്രവേശിച്ചെങ്കിൽ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ഹക്കമർ റിജാൽ, ആളുകളെ വിധികർത്താക്കളാക്കിയിട്ടുണ്ട്. രണ്ടാളുകൾ എന്ത് ചെയ്യണം, വിധി പറയണം. ഈ മുയലിനോട് ഒത്ത ആട് മാട് ഒട്ടകങ്ങളിൽ ഏത് മൃഗാനുള്ളത് അതിനെന്ത് ചെയ്യാൻ, പിന്നെ ഇത് നൽകാൻ, ഫിദിയ നൽകാൻ. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മറ്റൊരു തെളിവ് ആയത്ത് ഓതിയിട്ട് പറഞ്ഞു, ഫൈൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ ഫബഅസു ഹകമൻ മിൻ അഹ്ലിഹി വ ഹകമൻ മിൻ അഹ്ലിഹ. ദമ്പതികൾക്കിടയിൽ അനൈക്യം, ഛിദ്രത ഭയപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്ത്രീയുടെ പക്ഷത്തു നിന്നും പുരുഷൻ്റെ പക്ഷത്തു നിന്നും ഓരോ ഹക്കമിനെ, വിധികർത്താക്കളെ നിയോഗിക്കണം, എന്തിന്, ഇവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കാലണ വിലയുള്ള ഒരു മുയലിൻ്റെ വിഷയത്തിൽ, ഒരു സ്ത്രീയെ ഭാര്യയായി പ്രാപിക്കുന്ന വിഷയത്തിൽ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു തന്നെ ആളുകളെ വിധികർത്താവാക്കിയിട്ടുണ്ട്. ഇത് മുസ്ലിമീങ്ങളുടെ രക്തം ചിന്തണ വിഷയമാണ്, മുസ്ലിമീങ്ങൾ അന്യോന്യം പോരടിക്കണ വിഷയമാണ്. അതിൽ അവരുടെ രക്തം സംരക്ഷിക്കാനും ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാനും അലി റളിയല്ലാഹു തആല അൻഹു ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ, വിധികർത്താക്കളാക്കിയിട്ടുണ്ട് എങ്കിൽ അതിലെന്ത് അപരാധമാണുള്ളത് എന്നാണ് ഇബ്നു അബ്ബാസ് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്ക് ഇപ്രകാരമാണ്, ഫജാസ ഹുക്മുർ റിജാൽ, ആളുകളെ വിധികർത്താക്കളാക്കുക എന്നുള്ളത് അനുവദനീയമാണ്. വജാല ഹുക്മർ റിജാൽ സുന്നത്തൻ മാദിയത്തൻ മഖ്ബൂലത്തൻ എന്നാണ്. ആളുകളെ വിധികർത്താക്കളാക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു, എന്ത്, സുന്നത്തൻ മാദിയത്തൻ, നിലനിൽക്കുന്ന ഒരു സുന്നത്ത്, എന്നെന്നും നിലനിൽക്കണം എന്നുള്ളതാണ് അള്ളാഹു നിശ്ചയിച്ചത്. കാരണം എന്താ, ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെയൊക്കെ ആളുകളെ വിധികർത്താക്കളാക്കണം. അതേപോലെ തന്നെ ഹജ്ജിൽ ഇഹ്റാമിൽ പ്രവേശിച്ച് വേട്ടയാടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വിധികർത്താക്കളെ നിശ്ചയിക്കണം. ആരാ നിശ്ചയിക്കണം, അള്ളാഹു നിശ്ചയിക്കുക. ഇബ്നു അബ്ബാസ് പറയണം അള്ളാഹ്ക്ക് നിശ്ചയിക്കാൻ കഴിയും, പക്ഷെ അള്ളാഹു നിശ്ചയിച്ചില്ല, അത് ആളുകളെ അള്ളാഹു ഏൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരായത്തിൻ്റെ ഭാഗം എടുത്തിട്ട് നിങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹു ആളുകളെ വിധികർത്താക്കളാക്കി, അള്ളാഹ്ക്കേ വിധികർത്തൃത്വമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അലിയാരെ ഇസ്ലാമെന്ന് പുറത്താക്കുന്നത് അത് അപരാധമാണ് എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിച്ചു.
20,000 ആളുകളിൽ ചില നിവേദനങ്ങളിൽ 4,000 ഒഴിച്ച് ബാക്കിയൊക്കെ മടങ്ങിയെന്നാണ്. അദ്ദേഹം ഓരോ വിഷയങ്ങൾ ഉദ്ധരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, അവരെ തിരിച്ച് കൊണ്ടുവരേണ്ടായതെന്നാണ്. അത്ര അവർ ആണെങ്കിൽ തീവ്ര ആണ്. ഞാൻ പറഞ്ഞില്ല, അവർ ജഹലാണ് അവരെ ഭരിക്കുന്നതെങ്കിലും അവർ ഇബാദത്തിൽ ഒട്ടും കുറവല്ല. അതുകൊണ്ടാണ് അവരുടെ നെറ്റി, മുഖം സുജൂദിൻ്റെ അടയാളം. അതേപോലെ തന്നെ കാൽമുട്ടുകളൊക്കെ സുജൂദ് ചെയ്ത് ഒട്ടകങ്ങളുടെ മുട്ടുപോലെ തഴമ്പുള്ളതായിട്ട്. പിന്നെ അവരുടെ വസ്ത്രം ഉണ്ടല്ലോ, ഒരൊറ്റ വസ്ത്രമേ ഉണ്ടാവുള്ളൂ, വിരക്ത ജീവിതമാണ്. അത് കഴുകി ഇങ്ങോട്ട് പിഞ്ഞിപ്പാറിയ രീതിയിലുള്ള വസ്ത്രങ്ങൾ. ഇബ്നു അബ്ബാസ് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഇബ്നു അബ്ബാസ് ധരിച്ചത് നല്ല വസ്ത്രമാണ്. മിൻ ഹുലലിൻ യമാനിയ എന്നാണ്. നല്ല ടോപ്പ് ഡ്രസ്സ് ധരിച്ചിട്ടാണ് ഇബ്നു അബ്ബാസ് അവരുടെ അടുത്തേക്ക് പോണത്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസിനെ കണ്ട മാത്രയിൽ മർഹബൻ ഇബ്നു അബ്ബാസ് എന്നാണ്, അസ്സലാമു അലൈക്കും എന്നല്ല, പിന്നെ മർഹബൻ ഇബ്നു അബ്ബാസ്. എന്നിട്ട് പറയാണ് മാഹാദിഹിൽ ഹുലൽ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ്, ഓ എന്തൊരു മുഞ്ചുള്ള ഡ്രസ്സാണ് ചോദിക്കണേ, കളിയാക്കിയാ ചോദിക്കണേ. കാരണം അവർ കണ്ടില്ലേ, അവരുടെ രീതി ഇതാണ്, വിരക്തരാണ്. പക്ഷേ അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂൽ ഇതിനേക്കാൾ ടോപ്പായ ഡ്രസ്സ് ധരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വരുന്നത് മുഹാജിറുകൾ അൻസാരികളിൽ നിന്നാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരുമകൻ്റെ അടുത്തു നിന്നാണ്. അവരിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഖുർആൻ്റെ അവതരണത്തിന് സാക്ഷിയായവരാണ് അവരിൽ ഒരാളും നിങ്ങളുടെ കൂടല്ല എന്ന് പറഞ്ഞ് പിന്നെ അവരോട് സംവദിച്ചിട്ടാണ് എന്തിനത് പിന്നെ അവരെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഈ ഭാഗത്തിൽ നിന്ന് തിരുത്തേണ്ടായത്. വിഷയം ഈ ഒരു തീവ്രത, ഈ ഒരു വിഷയത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ട്. അന്ന് ഖവാരിജികൾ ഒരു പ്രത്യേക ചെയ്യലാണ് എങ്കിൽ മറ്റു ചിലർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. വിധികർത്തൃത്വം അള്ളാഹുവിന് എന്നുള്ളത്, അൽ ഹുക്മുലില്ല എന്നുള്ളത്, ഹുക്മുല്ല എന്നുള്ളത് നമ്മുടെ ദീനിലുള്ളത് തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചിക ഹുക്മുകളുണ്ട്. പ്രാപഞ്ചിക ഹുക്ം എന്ന് പറഞ്ഞാൽ അൽ ഹുക്മുല്ലദി യതഅല്ലഖു ബിത്തദ്ബീരിൽ കൗനി എന്ന് പറയും. തദ്ബീറുൽ കൗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ വിധി വരും, ഒരിക്കലും തടുക്കാൻ കഴിയാത്ത രീതിയിൽ. അത് നമുക്ക് നമ്മൾ ഏൽക്കുകയേ നിർവാഹമുള്ളൂ. മനസ്സിലല്ലേ? ഇപ്പം അള്ളാഹുവിൻ്റെ ചില വിധികൾ വരും, ചില പ്രയാസങ്ങളായിട്ട്, ചില പരീക്ഷണങ്ങളായിട്ട് വരും, ചില സുഖവും സൗഖ്യമായിട്ട് വരും. അള്ളാഹിൻ്റെ വിധിയാണ്, ഹുക്കുമാണ്. അതിനാണ് തദ്ബീറുൽ കൗനി എന്ന് പറയാം. നമ്മളത് ഏൽക്കുകയേ നിർവാഹമുള്ളൂ അല്ലേ? അങ്ങനെ അള്ളാഹിൻ്റെ ഹുക്കുമുണ്ട്. അതേപോലെ തന്നെ അള്ളാഹിൻ്റെ ശർഈയായ ഹുക്കുമുകളുണ്ട്. അതിനാണ് അൽ ഹുക്കും അൽ മുതഅല്ലിഖ ബിത്തദ്ബീരി ശർഈ. ശർഈയായിട്ടുള്ള ഹുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല കിതാബിലും സുന്നത്തിലൊക്കെ വിധിച്ചത് നമ്മളോട് പറഞ്ഞില്ല. അള്ളാഹു വിധിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നോമ്പെടുക്കണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? തൗറാത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഫീഹാ ഹുക്കുമുല്ലാ, തൗറാത്തിൽ അള്ളാഹിൻ്റെ ഹുക്കുമുണ്ട് എന്ന് പറഞ്ഞില്ലേ? അതെന്താ? ശർഈയായ ഹുക്കുമുകളാണ്, മതപരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ച കാര്യങ്ങൾ. അപ്പോൾ പ്രാപഞ്ചികമായ ഹുക്കുമുകളുണ്ട്, ശർഈയായിട്ടുള്ളതായ അള്ളാഹുവിൻ്റെ ഹുക്കുമുകളുണ്ട്. ശർഈയായ ഹുക്കുമുകളുടെ വിഷയത്തിൽ ഇപ്പം അതിലാണ് നമുക്ക് എന്തുള്ളത്, തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉള്ളത്. നമുക്ക് കൊള്ളാനും കൊള്ളാതിരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ളത്. പക്ഷേ കൊള്ളാനുള്ള അള്ളാഹിൻ്റെ കൽപ്പന ഉണ്ട്. അവർക്ക് എന്ത് എന്നുള്ളത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, കൊള്ളാത്തവർക്ക് എന്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് വിധിക്കാനും തീരുമാനിക്കാനും ഇവിടെ ഒരു മേഖല വിട്ടിട്ടില്ല എന്നുള്ളതല്ല. അള്ളാഹു വിധിച്ചതിനെതിരിൽ ആരും വിധിക്കാൻ പാടുള്ളതല്ല. അള്ളാഹു വിധിച്ചതിനെതിരിൽ ആരെങ്കിലും വിധിച്ചാൽ നമ്മളത് ഒട്ട് വിശ്വസിക്കാനോ സമ്മതിക്കാനോ അനുഷ്ഠിക്കാനോ പാടുള്ളതല്ല. അതിൽ ഒരു ഇഷ്കാലുമില്ല. പക്ഷേ അള്ളാഹു വിധിച്ചതിനപ്പുറം ആളുകൾക്ക് വിധിക്കാൻ എന്തുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നിശ്ചയിച്ചിട്ടുണ്ട്. ആ വിധിക്കുന്നവർ ആരായിട്ടുണ്ടെങ്കിലും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ ആമിർ ഇബ്നു ബർബ് എന്ന് പറയുന്ന വ്യക്തി, ഞാനിവിടെ മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് ഉണർത്തിയിട്ടുണ്ട്. ആമിർ ഇബ്നു ബർബ് അൽ അദവാനി. അദ്ദേഹം ബനു തമീം ഗോത്രക്കാരനാണ്, ബനു ഐലാൻ. ഈ ആമിർ ഇബ്നു ബർബിനെ കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയൽ സാഹിബുൽ ഹിൽമ എന്നാണ് ചരിത്രത്തിൽ പറയുക. അദ്ദേഹം ഭയങ്കര പ്രതിഭയായിരുന്നു, ഭയങ്കര കഴിവുള്ള ആളായിരുന്നു. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഖുൽഉ, ജാഹിലിയത്തിൽ ഇസ്ലാമിൽ നിസ്ലാം തങ്ങളുടെ നിയോഗത്തിന് എത്രയോ മുമ്പ് ജീവിച്ച ആളാണ്. ഖുൽഉ എന്ന് പറയുന്ന വിഷയം ആദ്യം നടപ്പിലാക്കിയത് ഇയാളാണ്.
എന്താ ഖുൽ? തലാഖും ഖുലും തമ്മിൽ എന്താ വ്യത്യാസം? തലാഖ് പുരുഷൻ എന്ത് ചെയ്യാണ്? ഒരു സ്ത്രീയെ പിന്നെ ഒഴിവാക്കുക, വിവാഹമോചനം നടത്തുന്നതാണ്. ഖുൽ സ്ത്രീ ആവശ്യപ്പെട്ടിട്ട് പുരുഷൻ എന്താണോ വേണ്ടത് അത് നൽകിയിട്ട് തൻ്റെ തലാഖിനെ വാങ്ങലാണ്, തലാഖിനെ ചോദിച്ചു വാങ്ങലാണ്. അതാണ് ഖുൽ. ആ രീതി ചരിത്രത്തിൽ അത് നടപ്പിലാക്കിയത് ഇയാളാണ്, അയാളുടെ മകളുടെ വിഷയത്തിൽ. പണ്ട് കാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഖുൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ആ ഖുൽ ആണ് ഇവിടെ വന്ന്. അതിന് നമ്മുടെ ദീനിൽ ഇയാളുടെ ഹുക്കുമാണത്. ഇയാളാണ് അറബികളുടെ ഹാക്കിമായിരുന്നു. അറബികൾ തങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോയിരുന്ന ഹാക്കിമുൽ അറബായിരുന്നു ഈ ആമിർ ഇബ്നു ബർബ്. ഈ ഒരാൾ വധിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ എത്രയാണ് ഖിസാസായിട്ട് ബ്ലഡ് മണി? ഒരാളെ ബോധപൂർവ്വം കൊന്നിട്ടുണ്ടെങ്കിൽ 100 ഒട്ടകമാണ്, 100 ഒട്ടകം. ആ 100 ഒട്ടകങ്ങൾ ജാഹിലിയത്തിൽ ഇയാൾ വിധിച്ചതാണ്. അതിന് നമ്മുടെ ശരീരത്തിലും പിന്നീട് ഷറായി വന്നത് ഇസ്ലാമിന് അത്രയും മുമ്പ്. അതേപോലെ ഞാൻ ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞൊരു പ്രധാന ചരിത്രമുണ്ട് എപ്പോഴും. അതെന്താ? ആമിർ ഇബ്നു ബർബ് അൽ അദവാനി അത്ബിഉൽ ഹുക്മൽ മബാൽ എന്ന് പറയല്ലേ? അത്ബിഉൽ ഹുക്മൽ മബാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുഞ്ഞ് ഇവിടെ ജനിച്ചു, പക്ഷേ ആ കുഞ്ഞിന് ലൈംഗിക അവയവം വ്യക്തമല്ല. ആണിൻ്റേതാണോ പെണ്ണിൻ്റേതോ വ്യക്തമല്ല. ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് വ്യക്തമല്ല. അപ്പം ഇന്ന് കാലങ്ങളിൽ പ്രശ്നമല്ല അത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ. പക്ഷെ അന്ന് കാലങ്ങളിൽ നിസ്ലാശ്രമത്തങ്ങൾ നിയോഗിക്കപ്പെടുന്നതിൻ്റെ എത്രയോ മുമ്പാണിത്. അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി. ഇത് ആണാണോ പെണ്ണാണോ വ്യക്തമല്ല. അതിനാണ് ഹുൻസ എന്ന് പറയാം. ഹുൻസൽ മുഷ്കിൽ എന്ന് പറയും. അപ്പോൾ ആളുകൾ എന്ത് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യണം? സ്വത്താനന്തരം എടുക്കണം. അപ്പോൾ ഇതാണാണോ പെണ്ണാണോ എങ്ങനെ അറിയും? എല്ലാവരും ഇവിടെ വന്ന് ഇയാളെടുത്തുക്കുന്നത്. കാരണം ഇയാളാണ് ഹാക്കിമുൽ അറബികളുടെ ഹാക്കിം. ഇയാളെടുത്ത് വന്നിട്ട് ഇയാളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചപ്പോൾ അയാൾക്ക് ആകെ, കാരണം അയാൾ ഇങ്ങനെ ഒരു മസാല ആദ്യമായിട്ട് കേൾക്കുകയാണ്. വന്ന ആളുകൾ ആളുകളുണ്ട്. ഇവരെല്ലാവരും ഇയാളെ വീട്ടിൽ നിങ്ങളിരുന്നൊരു വിധി ഇട്ടിട്ടേ ഞങ്ങൾ പോവുള്ളൂ. ഇയാൾക്കാണെങ്കിൽ ഇവർക്ക് തിന്നാനും കൊടുക്കണം. അപ്പോൾ എന്നും ഓരോ ആടിനെ ഇറക്കണം ഇവർക്ക് തിന്നാൻ കൊടുക്കാൻ. ഇയാൾക്കാണെങ്കിൽ കുറേ ആടുകളുണ്ട്. അപ്പോൾ ഇയാളൊരു വൃത്തിയുണ്ട്, ഖാദിമത്ത് ജാരിയ. ആളെ പേരാണ് സഖീല എന്നാണ് പെണ്ണിൻ്റെ പേര്. ഈ സഖീല ആടുകൾ നോക്കണാണ്. എന്നും ആടുകൾ എണ്ണം കുറയുന്നു. ഇയാളാണെങ്കിൽ ടെൻഷനിൽ. അപ്പോൾ ഈ സഖീല ചോദിക്കാൻ എന്താണ് വിഷയം? അപ്പോൾ ഇയാൾ ദേഷ്യപ്പെടും. നിനക്കെന്തായാലും കാര്യം? ഇയാൾക്ക് ഈ ആടുകൾ എണ്ണം കുറയുന്ന വിഷയമുണ്ട്. എണ്ണം കുറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ പോണില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം ഈ സ്ത്രീ ചോദിക്കാൻ, ഈ സഖീല നിർബന്ധിച്ച് ചോദിക്കാൻ വിഷയം. അപ്പോൾ ഇയാൾ പറയാണ്, ഇങ്ങനെ ഒരു കേസായിട്ട് ആളുകൾ വന്നിട്ടുണ്ട്, അവർ പോണില്ല. അവരുടെ വിഷയം എന്താണ്? ഇങ്ങനെ ഒരു കുട്ടി അത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് തിരിയണ വിഷയമാണ്, അതെങ്ങനെയെന്നുള്ളതാണ്. അപ്പോൾ ആ സഖീല പറയാണ് അത്ബിഉൽ ഹുക്മൽ മബാൽ. ആരോട്? ആമിറിനോട് പറയാണ്. മൂത്രം ഒഴിക്കുന്ന സ്ഥാനം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറയുന്നത്? വിധി പറയാൻ പറഞ്ഞു. അപ്പോൾ അതാണ് അന്ന് കാലങ്ങളിൽ ഇത് തെളിയാൻ ഉള്ള അടയാളം ആണാണോ പെണ്ണാണോ എന്നുള്ളത്. അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി. ഈ സഖീലെ അദ്ദേഹം മോചിപ്പിച്ചു അതോടുകൂടി. കാരണം ഒരു നല്ലൊരു അല്ലേ ആ സഖീല പറഞ്ഞ ആ വിഷയം അത് തന്നെയാണ് നമ്മുടെ ഷറയിലും എന്ത് ചെയ്തത്, അടിസ്ഥാനമായി സ്വീകരിച്ചത്. ഈ ഹുൻസൽ മുഷ്കിലിനെ ഇതാണാണോ പെണ്ണാണോ എന്ന് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഹുക്കുമുകൾ കുറേ വിഷയങ്ങളുണ്ട്. ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനന്തരം കൊടുക്കുന്ന വിഷയം, അനന്തരം എടുക്കുന്ന വിഷയം, അതേപോലെ തന്നെ മറ്റു പല വിഷയങ്ങളുമുണ്ട്. അപ്പോൾ അതിനൊക്കെ അവലംബം ഇതാണ്. അന്ന് കാലങ്ങളിൽ എന്താണ്? ഇതാണ് മൂത്രവിസർജനം നടത്തുന്ന സ്ഥലം, അല്ലെങ്കിൽ അതുമായി അതാണ് അത് നിർണ്ണയിക്കാനുള്ള മാനദണ്ഡം. അതെവിടുന്ന? ഇയാളിരുന്നാണ് ആ ഹുക്കുമ്. ഇതിന് ഇയാൾക്ക് മുമ്പ് ആ പെണ്ണിൽ നിന്ന്, സഖീലയിൽ നിന്ന്. മനസ്സിലായി? ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജാഹിലിയത്തിലെ ഹുക്കുമും ജാഹിലിയത്തല്ല. അഫ ഹുക്കുമൽ ജാഹിലിയത്തി യബ്ഗൂൻ. ജാഹിലിയത്തിൻ്റെ ഹുക്കുമാണ് അവരാഗ്രഹിക്കുന്നത് ചോദിച്ചില്ലേ? ജാഹിലിയത്തിൻ്റെ ഹുക്കുമിൽ കുറേ ജാഹിലിയത്തുണ്ട്. അതാണ് പെൺകുട്ടികളെ കുഴിച്ചു മൂട്ടുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുറേ ഉണ്ട്. അതേസമയം എല്ലാ ജാഹിലിയത്തിൻ്റെ ഹുക്കുമും ജാഹിലിയത്തല്ല. ഇതുപോലത്തെ ഒക്കെ ഉണ്ട് ജാഹിലിയത്തിൽ നിന്ന്. ഹുക്കാമുൽ അറബ് എന്ന പേരിൽ നബി മതങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് കുറേ ഹാക്കിമുകളെ ചരിത്രം നമ്മൾ ഇതേപോലെ വായിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദീനിൽ ഒരിക്കലും കുഫറെന്നോ അല്ലെങ്കിൽ ഷിർക്കെന്നോ
പറയപ്പെടാത്ത കാര്യങ്ങൾ വരെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ആയത്തുകളുടെ വിഷയത്തിൽ ചേർക്കപ്പെടുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇസ്ലാമികേതര ഭരണവ്യവസ്ഥയിൽ ഒരു മുസ്ലിം ജീവിക്കുമ്പോൾ ചിലർ വളരെ ഊക്കിൽ പറയണത് എന്താ, ഇസ്ലാമികേതര ഭരണവ്യവസ്ഥയിൽ ഒരു മുസൽമാൻ്റെ ഇസ്ലാം ജലരേഖയാണെന്നാണ്. ജലരേഖ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ വരച്ച മാതിരി, വെള്ളത്തിൽ ഒരാൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ആ വരച്ച് തീരുന്നതിന് മുമ്പ് ആ രേഖ മായൂല്ലേ, അതേപോലെ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെ എന്നാണ്. ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാത്ത വീട് പോലെയാണ് ഒരാളുടെ ഇസ്ലാം എവിടെ, ഇസ്ലാമിക ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇത്ര കടുത്ത വിധിയാണ്, കടുത്ത അപരാധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 1,24,000 നബിമാരെ അയച്ചു. ആ 1,24,000 നബിമാരിൽ ഇസ്ലാമിക ഭരണത്തിൽ ജീവിച്ചവർ ആരാ? ഏത് നബിയാ? അള്ളാഹു ലോകർക്ക് മാതൃകയായിട്ട് അയച്ച മാതൃകാ പുരുഷന്മാരിൽ പിന്നെ രാഷ്ട്ര സംവിധാനവും അതിൽ ഉള്ള ജീവിതവും ഒക്കെ ഉണ്ടായ ഭരണവും കാര്യം ഉണ്ടായിട്ടുള്ള നബിമാർക്ക് ലോകം കുറവാണ്. ബാക്കിയുള്ളവർ ജീവിച്ചത് തന്നെ ലനുഖ്രിജന്നക മിൻ ഖറിയത്തിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, ഞങ്ങളെ നാട്ടിൽ തന്നെ നിന്നെ പുറത്താക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ആദർശത്തിലേക്ക് മടങ്ങിക്കോ എന്ന് ആ നബിമാരോട് ഭീഷണി മുഴക്കാൻ മാത്രം നാട്ടുകാർ, കുഫറിൻ്റെ നാടായിരുന്നു. അവിടെയാണ് നബിമാർ വരെ ജീവിച്ചിട്ടുള്ളത്. ആ നബിമാരൊക്കെ ജീവിച്ചു മരിച്ചു, മാതൃക യോഗ്യരായിട്ട് സ്വർഗാർഹരായിട്ട് അവർ ജീവിച്ചു മരിച്ചിട്ടുണ്ട്. എങ്കിൽ ഇസ്ലാമികേതര ഭരണ വ്യവസ്ഥയിൽ ജീവിച്ച ആളുകളെ കുറിച്ചിട്ട് അവർക്ക് ഇസ്ലാമില്ല, ഈമാനില്ല എന്ന് വിധിക്കുകയാണെങ്കിൽ അതൊക്കെ കടുത്ത അപരാധമാണ്. അതാണ് ഇവിടെ ഈ ഒരു ആയത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്നുള്ളത് ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എന്ത് വിഷയത്തിൽ? അദ്ദേഹം പറഞ്ഞത് ഈ അള്ളാഹുവിൻ്റെ തൗഹീദും അതേപോലെ തന്നെ ഷിർക്കിൻ്റെ അപകടം കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇതൊന്നും ഞാൻ എൻ്റെ പക്കൽ നിന്ന് പറയുന്നതല്ല, പിന്നെയോ ശാസിക്കാനും കൽപ്പിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണ്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അവൻ കൽപ്പിച്ചതാണ്. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യ എന്നത് അവരെ ഉണർത്തുകയാണ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഖവാരിജികൾ ഒരറ്റം എന്താണിത് അവർ പറഞ്ഞത് എന്താണ്? വിധികർത്തൃത്വം അള്ളാഹുവിന് മാത്രം. അതിപ്പോൾ ഈ ഒരാളെയും വിധികർത്താക്കളാക്കിയിട്ട് നമുക്ക് നിശ്ചയിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അലി റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു, ഇസ്ലാമിൽ നിന്ന് അലി പുറത്താണ്. മുആവിയ അത് ചെയ്തു, മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നൊക്കെ അവരുടെ കടുത്ത വാദം. മുർജിയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതല്ല വിഷയം, ഇത് മാത്രമല്ല വിഷയം. മുർജിയാക്കളുടെ അടിസ്ഥാനം നടത്തണമെങ്കിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ എന്ത് തെറ്റ് ചെയ്താലും പ്രശ്നമല്ല എന്നുള്ളതാണ്. അയാൾക്ക് പിന്നെ എന്തും ആകാം എന്നുള്ളതാണ്. അപ്പോൾ ഇതും അതിൽ പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് കൊണ്ട് വിധിച്ചില്ല എങ്കിൽ പ്രശ്നമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. ചിലർ നിസ്കരിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി എന്നുള്ളത്. മുർജിയാക്കൾ പല തട്ടിലാണ്, അതാണ് അവരുടെ പഴവ്. അത് തെറ്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തേട്ടം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് സ്വർഗം തുറക്കാനുള്ള താക്കോലാണ്. ആ താക്കോല് കൊണ്ട് സ്വർഗം തുറക്കണമെങ്കിൽ എന്ത് വേണം? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അതിൻ്റെ ഷർത്തുകളൊക്കെ ഉണ്ട്. അമലുകൾ, കർമ്മങ്ങൾ അതിൻ്റെ ഷർത്താണ്. അപ്പോൾ പിന്നെ മുർജിയാക്കൾ പറ്റ ലൂസായിട്ടും പോയി, ഖവാരിജികൾ പറ്റ തീവ്രന്മാരായിട്ടും പോയി. നമ്മളതിൻ്റെ ചരിത്രമൊക്കെ കഴിഞ്ഞ ചില ഉദാഹരണങ്ങൾ പറഞ്ഞില്ല, അതൊക്കെ ഒരു വലിയ വലിയ വിഷയമാണ്. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യ. എന്നിട്ട് അള്ളാഹു പറയാണ് ദാലിക ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ഈ വിധികർത്തത്തിൻ്റെ വിഷയത്തിലൊരു വിഷയം, ഒരു സംഭവം. ഈ ഹാനി ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ് ഹാനി. അപ്പോൾ എല്ലാ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ അബുൽ ഹക്കം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഹക്കം വ ഇലൈഹിൽ ഹുക്കും. അള്ളാഹു ആണ് അൽ ഹക്കം, വിധികർത്താവ്. വ ഇലൈഹിൽ ഹുക്കും, അള്ളാഹുവിലേക്കാണ് വിധി തേടൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഹാനി പറയാണ്, റസൂലെ, ഇന്ന ഇവരെ അബുൽ ഹക്കം എന്ന് വിളിക്കാൻ കാരണം ഇവർക്കിടയിൽ, അറബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ അവരെന്നെ സമീപിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അവരുടെ അഭിപ്രായ അനൈക്യമുള്ള വിഷയങ്ങൾ ഞാൻ എന്ത് ചെയ്യും? വിധി പറയും. അപ്പോൾ ഫറദിയ കിലൽ ഫരീഖൈൻ, ഞാൻ വിധിച്ചിട്ടുണ്ട് എങ്കിൽ രണ്ട് ടീമും, വാദിയും പ്രതിയും, താർക്കികന്മാർ രണ്ടു കൂട്ടരും എന്ത് ചെയ്യും? തൃപ്തിപ്പെട്ടിട്ട്, എൻ്റെ വിധിയിൽ തൃപ്തിപ്പെട്ട് സംതൃപ്തരായിട്ട് മടങ്ങും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞു, മാ അഹ്സനഹാദ, എത്ര നല്ല പരിപാടിയാണത്. അവിടെ നോക്കണം, ഇത്
അയാൾ വിധിക്കണം അള്ളാൻ്റെ കിതാബ് കൊണ്ടല്ല വിധിക്കണത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് കൊണ്ടല്ല വിധിക്കണത്. പിന്നെ അദ്ദേഹം തിരുസവിധത്തിലേക്ക് വന്നപ്പോൾ ആളുകൾ വിളിക്കണാണ്. ആ ജാഹിലിയത്തിലെ അദ്ദേഹത്തിൻ്റെ ആ വിധികർത്തൃത്വത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. അന്നത്തെ അവിടുത്തെ നാട്ടു സമ്പ്രദായ പ്രകാരം അല്ലെങ്കിൽ രണ്ടു കൂട്ടരും സ്വീകാര്യയോഗ്യമായിട്ടുള്ളതായ ന്യായങ്ങൾ പ്രകാരമാണ് അദ്ദേഹം വിധിച്ചിരുന്നത്. അപ്പോൾ റസൂൽ പറയുന്നത് മാഹ്സന ഹാദ, ഇതെത്ര നല്ല കാര്യമാണ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ റസൂൽ നിങ്ങളെ മക്കളെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എനിക്ക് ഷുറൈഹ് എന്ന പേരുള്ള മകനുണ്ട്, മുസ്ലിം എന്ന പേരുള്ള മകനുണ്ട്, അബ്ദുള്ള എന്ന പേരുള്ള മകനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞു ഫമൻ അക്ബറുഹും, ഇതിൽ വലിയ മുതിർന്ന കുട്ടിയേതാന്ന് വെച്ച് പറഞ്ഞ് ഷുറൈഹാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൻത അബൂ ഷുറൈഹ്, നിങ്ങൾ അബൂ ഷുറൈഹാണ് എന്ന് ഈ ഹാനിയോട് പറയുണ്ടായി എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുക്കുമ പറഞ്ഞ വിഷയം, വിധി കൽപ്പിച്ച വിഷയം, അത് റസൂൽ സമ്മതിക്കുകയാണ്. മാത്രമല്ല അത് ചെയ്തതിന് അദ്ദേഹത്തെ പ്രശംസിക്കുകയാണ്. മാഹ്സന ഹാദ എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുമ്പോൾ അയാൾ വിധിച്ചിരുന്നത് എന്തുകൊണ്ടാണ്? അയാൾ വിധിച്ചിരുന്നത് പിന്നെ കിതാബ് കൊണ്ട് സുന്നത്ത് കൊണ്ടല്ല, അതിനു മുമ്പാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയാണ് ഈ സന്ദർഭത്തിൽ. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ചില ആളുകൾ വളരെ തീവ്രമായ വിശ്വാസത്തിൻ്റെ ആളുകളാണ് ഇത്തരം ഒരു വിഷയങ്ങളിലുള്ളത് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അൽ ഹുക്കുമുലില്ല എന്ന് പറഞ്ഞ് അള്ളാഹ്ക്കാണ് ഹുക്കുമ്, ഇനിൽ ഹുക്കുമുലില്ല, ഹാക്കിമിയത്തുള്ള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സംജ്ഞകൾ അതിലിപ്പോൾ നമ്മളുടെ നാട്ടിൽ ജമാഅത്തുകാരെ പോലുള്ളവരൊക്കെ അവർ പറഞ്ഞത് സയ്യിദ് അബുൽ ആല മൗദൂദി ആവിഷ്കരിച്ചു, സയ്യിദ് കുത്തുബി പിന്താങ്ങി, ഇഖ്വാനുൽ മുസ്ലിമൂൻ പാകിസ്ഥാനിലും ഈജിപ്തിലൊക്കെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു, ഇറാനിൽ നടപ്പിൽ വരുത്തി എന്നുള്ളതാണ് ഏത് ഈ ആശയം. ഇറാനിൽ ആയത്തുള്ള ഖുമൈനി എന്ന് പറയുന്ന ആൾ നടപ്പിലാക്കിയതാണ് പറയുന്നത്. പിന്നെ ഇറാനിൽ ഷാ പഹ്ലവിയെ തോൽപ്പിച്ചിട്ടാണല്ലോ ഖുമൈനി വന്നത്. പിന്നെ ഖുമൈനി അവിടെ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഇവരുടെ ഈ അൽ ഹുക്കുമുലില്ല, ഇനി അൽ ഹുക്കുമുലില്ലൻ്റെ മാതൃകാ രാഷ്ട്രമായിട്ട് പറയുന്നത്. ആകെപ്പാടെ ഒരു തീവ്രമായ വിശ്വാസം, ജഹലും ഇതൊക്കെ പാടെ കൂടി ശരിയും തെറ്റുമൊക്കെ കൂട്ടിക്കലർത്തിയിട്ടുള്ളതായ ഒരു ആദർശമാണ് ഈ ഒരു കൂട്ടരാളുകൾ, ഈ രാഷ്ട്രീയ ദീനിൻ്റെ ആളുകൾ കൊണ്ടുനടക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചതും കൂട്ടിമാട്ടിയതും അടിസ്ഥാനങ്ങളെ തമസ്കരിച്ചതും ഒക്കെ ആയിട്ട് കുറേ ചരിത്രങ്ങളും വിഷയങ്ങളും ഉണ്ട്. അല്ലാഹുൽ മുസ്തആൻ. നമ്മുടെ വിഷയം ഇവിടെ ഞാൻ പറഞ്ഞു ദാലിക ദീനുൽ ഖയ്യിം. ദാലിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ആരാധിക്കപ്പെടുക എന്നുള്ളത് അദ്ദീനുൽ ഖയ്യിം, ഖയ്യിമായ ദീനാകുന്നതാണ്. ഖയ്യിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽ മുസ്തഖീമുൽ സാബിത, സ്ഥിരപ്പെട്ടത് നേരായത്. അൽ ഖയ്യിം എന്ന് പറഞ്ഞെങ്കിൽ അൽ മുസ്തഖീമത്തു സാബിതത്തു എന്നാണ്. നേരായതും സ്ഥിരപ്പെട്ടതുമായ ദീനാകുന്നു അള്ളാഹു മാത്രം ആരാധിക്കപ്പെടുക എന്നുള്ളത്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, എന്നാൽ അക്സറന്നാസ് ജനങ്ങളിൽ അധിക പേരും ലാ യഅലമൂൻ ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു യാഥാർത്ഥ്യം ഭൂരിപക്ഷം ആളുകളും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, വമാ അക്സറുന്നാസ് വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് നിങ്ങൾ എത്രമാത്രം അലച്ച വെച്ചിട്ടും കാര്യമല്ല, താല്പര്യപ്പെട്ടിട്ടും കാര്യമല്ല, ജനങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും ബിമുഅ്മിനീൻ ഒരിക്കലും ആരല്ല മുഅ്മിനീങ്ങളല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഭൂരിഭാഗം ആളുകളും ഷിർക്കിൻ്റെ ആളുകളാണ്. അള്ളാഹു നമ്മക്കാക്കട്ടെ. നഊദു ബില്ലാഹ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ഇവിടെ നോക്കി നിങ്ങൾ, നമ്മൾ ഈ പണ്ഡിതന്മാർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു ദഅവത്തിൻ്റെ വിഷയങ്ങൾ എല്ലാം ഉണ്ടല്ലോ. തൗഹീദ് രണ്ടാളുകളെ തനിക്ക് ദഅവത്ത് നടത്താൻ മുന്നിൽ കിട്ടിയപ്പോൾ അദ്ദേഹം അവരെ ദഅവത്ത് നടത്താൻ കാണിച്ചതായ ആ ഒരു താല്പര്യം അദ്ദേഹം നോക്കി തൗഹീദിൻ്റെ എല്ലാ വിഷയങ്ങളും കൊണ്ടുവന്ന് അല്ലേ, തൗഹീദ് കൊണ്ടുവന്ന് ഷിർക്കിനെ കുറിച്ച് പറഞ്ഞ് അല്ലേ, തൗഹീദിനുള്ള തെളിവും അടിസ്ഥാനവും പറഞ്ഞ് ഷിർക്കിൻ്റെ അപകടങ്ങളൊക്കെ പറഞ്ഞ് ഏതാനും വചനങ്ങൾ നമ്മൾ ഈ ഇവിടെ ആയത്ത് ഉണ്ടല്ലോ, കാല ലാ യഅതീകുമാ തആമുൻ തുർസഖാനിഹി ഇല്ലാ നബഅതുകുമാ ബിതഅ്വീലിഹി ഖബല അൻ യഅതിയകുമാ ദാലികുമാ മിമ്മാ അല്ലമനി റബ്ബി എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പറയുന്ന ആ ഭാഗങ്ങളുണ്ടല്ലോ, ഇന്നി തറക്തു മില്ലത ഖൗമിൻ ലാ യുഅ്മിനൂന ബില്ലാഹി വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ തുടങ്ങിയിട്ട് വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിം വഇസ്ഹാഖ വയഅഖൂബ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ആ വിഷയങ്ങൾ പറഞ്ഞത് നോക്കി നിങ്ങൾ. ഇതുവരെ അത് ശരിക്കും ഈ ഒരു വിഷയം മാത്രം നമ്മൾ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
അയാൾക്ക് തൗഹീദും ഷിർക്കും ബോധ്യപ്പെടാനുള്ള എല്ലാ വശങ്ങളും വിഷയങ്ങളും കിട്ടി എന്നുള്ളതാണ്. പക്ഷേ പിന്നെ ഈ ദാർശനികർ പറയുന്നത് പോലെ ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിയെ പോലെ നമുക്ക് എന്ത് വേണം? ഹമ്മ് വേണം, നമുക്ക് ഹിമ്മത്ത് വേണം, നമുക്കൊരു മുഹിമ്മത്തും വേണം. ഹമ്മെന്താ? എത്തിക്കാനുള്ള ആ ഒരു ചിന്ത, ത്വര. ഹിമ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുണ്ടാകേണ്ട ഒരു ആവേശം. മുഹിമ്മത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉത്തരവാദിത്വ ബോധം. ഹമ്മ് അതിനെ നമ്മൾ വഹിക്കണം, ഹിമ്മത്ത് നമ്മളെ വഹിക്കണം, അല്ലേ? ഹമ്മ് അത് നമ്മൾ വഹിക്കണം, ഇതെത്തിക്കണം എന്നുള്ള കാര്യം. പിന്നെ നമുക്ക് താല്പര്യം, ആവേശം ഉണ്ടായിരിക്കണം. അതായിരിക്കണം നമ്മളെന്ത് ചെയ്യേണ്ടത്, ഇതിന് പിന്നെ പ്രേരിപ്പിക്കേണ്ടത്. പിന്നെ നമ്മളടുത്തൊരു മുഹിമ്മ വേണം. അതെന്താണ്? ഇത് ആളുകൾക്ക് എത്തണം എന്നുള്ളതാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിൽ ഹമ്മും ഹിമ്മത്തും മുഹിമ്മത്തും അത് ഉണ്ടായതിനാൽ അദ്ദേഹം നോക്കി, നിങ്ങൾ തൻ്റെ മുന്നിലേക്ക് സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചു വന്നവർ അവരെ പോകാതെ തൻ്റെ മുമ്പിൽ പിടിച്ചു നിർത്തിയിട്ട് അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുക്കാൻ, പൂർണ്ണ അളവിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഈ ശൈലികളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പക്ഷേ ഇവിടെ വിഷയം, ഇവരെന്തിനാ വന്ന്, ഈ രണ്ടാളുകൾ എന്തിനാ വന്നത്? സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചാണ് വന്നത്. എന്താ അവർ കണ്ട സ്വപ്നം? ഒരാൾ പറഞ്ഞു, ഇന്നി അറാനി അസിറു ഖംറ, അസിറു ഖംറ, ഖംറ് മദ്യമുണ്ടാകാൻ മുന്തിരി പിഴിയുന്ന, അല്ലെങ്കിൽ പിന്നെ പഴം പിഴിയുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നു എന്നാണ്. അവരെന്നെന്താ കണ്ടത്? ഇനി അറാനി അഹ്മിലു ഫൗഖർ സി ഖുബ്സൻ, ഞാൻ എൻ്റെ തലക്ക് മുകളിൽ എന്താ ഖുബ്സിനെ വഹിക്കുന്നു, തഅകുലു തൈറു മിൻഹു, പക്ഷി അതിൽ നിന്ന് തിന്നുന്നു എന്നുള്ളതാണ്. അതല്ലേ കണ്ടത്? അത് ഹുൽം എന്ന് പറഞ്ഞാൽ സ്വപ്നം, അല്ലെങ്കിൽ തഹാലും. എന്താ തഹാലും? ഹുൽം എന്ന് പറഞ്ഞാൽ സ്വപ്നമാണ്. തഹാലും എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം കണ്ടതായി നടിച്ച്, സ്വപ്നം കണ്ടിട്ടില്ല, പിന്നെ കാണാത്ത സ്വപ്നം. ഇവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പിന്നെ കള്ളായിട്ട് പറയാണ്. സ്വപ്നം കണ്ടതെന്ന പോലെ ഇവരെന്ത് ചെയ്ത്, ഇത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കളിയാക്കാൻ എന്ന പോലെ ഇത് പറഞ്ഞു എന്നുള്ളതാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് തന്നെ അവരോട് അതിൻ്റെ വ്യാഖ്യാനം പറയണം. ഇനി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നിറവേറിയപ്പോൾ അദ്ദേഹം പറയണേ, യാ സാഹിബൈ അസിജിൻ. നമ്മൾ പറഞ്ഞേ എന്താ? സിജിനിലെ യാ സാഹിബൈ എന്ന് പറഞ്ഞാൽ യാ സാഹിബൈനി ലീ ഫി സിജിൻ, ജയിലിൽ എനിക്കുള്ള 2 കൂട്ടുകാരെ, സഹവാസികളെ. ജയിലിൽ എനിക്കുള്ള 2 സഹവാസികളെ, സാഹിബൈ. അമ്മ അഹദുകുമ ഫയസ്ഖി റബ്ബഹു ഖംറ. അമ്മ അഹദുകുമ, അമ്മ എന്ന് പറഞ്ഞാൽ എന്നാൽ, അഹദുകുമ നിങ്ങളിൽ ഒരാൾ, ഫയസ്ഖി റബ്ബഹു ഖംറ, ഫയസ്ഖി റബ്ബഹു ഖംറ. യസ്ഖി എന്ന് പറഞ്ഞാൽ എന്താ? കുടിപ്പിക്കും. സഖാ യസ്ഖി എന്ന് പറഞ്ഞാൽ അസ്ഖാ യുസ്ഖി, കുടിപ്പിക്കും. ഫയസ്ഖി അവൻ കുടിപ്പിക്കും. അമ്മ എന്നുള്ളതിൻ്റെ ജവാബിൽ വന്ന ഫായാണത്. യസ്ഖി കുടിപ്പിക്കും, റബ്ബഹു തൻ്റെ യജമാനനെ കുടിപ്പിക്കും. എന്ത് കുടിപ്പിക്കും? ഖംറൻ, ഖംറ കുടിപ്പിക്കും, മദ്യം കുടിപ്പിക്കും. ഇവിടെ മറ്റൊരു ഖിറാഅത്തുള്ളത് ഫയുസ്ഖ എന്നാണ്. ഫയുസ്ഖ റബ്ബുഹു ഖംറൻ, നിങ്ങളിൽ ഒരാൾ ഫയുസ്ഖ റബ്ബുഹു ഖംറൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ യജമാനൻ കുടിപ്പിക്കപ്പെടുന്നതാണ്, മദ്യം കുടിപ്പിക്കപ്പെടും. ഇവിടെ നോക്കി നിങ്ങൾ, അമ്മൽ ആഖർ, എന്താ അമ്മൽ ആഖർ? എന്നാൽ അപരൻ, അല്ല ആഖർ അപരൻ, 2 അപരൻ. നോക്കിയേ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അറിയാം ഇതിലാരാണ് പിന്നെ യജമാനനെ കുടിപ്പിക്കുക എന്നുള്ളത് അറിയാം, ആരാണ് ഇങ്ങനെ എന്നുള്ളതും അറിയാം. ഇപ്പോൾ യൂസുഫ്, പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തില്ല? നീയാണിത് പറയുന്നില്ല. അതെന്തുകൊണ്ട്? അതെന്തുകൊണ്ടാ? ഒരാൾ ക്രൂശീകരിക്കപ്പെടുന്ന വിഷയമാണ്. നീ ക്രൂശിക്കപ്പെടുമെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അയാൾ ജീവൻ പോയില്ലേ? അല്ലെങ്കിൽ തന്നെ 2-ൽ ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഔട്ടാണ്, വിഷയമാണ്. പക്ഷേ അതുകൊണ്ടാണ് ഈ പ്രയോഗം, അമ്മ അഹദുകുമ, നിങ്ങളിൽ ഒരാൾ, ഫയസ്ഖി റബ്ബഹു ഖംറ. വ അമ്മൽ ആഖർ എന്നാൽ അപരൻ, ഫയുസ്ലബു. എന്താ ഫയുസ്ലബു? സലബ എന്നുള്ളത് ക്രൂശിക്കുക, ഇതാണ് സലീബ്.
എന്താ സലീബ്? സലീബ് എന്തിനാണ്? ആ കുരിശിനാ പറയാം സലീബ്. ശരിക്കും സൽബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ബലം, ശക്തി, അതിനാണ് പറയുക സൽബ്. അതിനാണ് എന്തുണ്ടായത്? സുൽബ് ഉണ്ടായത്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും എവിടെ ഈ ത്രാണിയും ശക്തി എവിടെ? മുതുകിനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്. സുൽബി വത്തറായിബ്. സുൽബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഈ മുതുകാണ്. ക്രൂശീകരിക്കുക എന്നുള്ളത് ഇതിൻ്റെ നേരിട്ടുള്ള അർത്ഥമല്ല. സലബ എന്നതിൻ്റെ നേരിട്ടുള്ള അർത്ഥമല്ല ക്രൂശീകരിച്ചു എന്നുള്ളത്. പിന്നെ അത് പിന്നെ ഒരു ഉദ്ദേശമായിട്ട് വന്നതാണ്. കാരണം ക്രൂശീകരിക്കുന്ന ഒരാളുണ്ടല്ലോ, അതിൽ പിന്നെ കിടന്ന് മരിച്ച് ഉറക്കും. പിന്നെ അയാളുടെ മുതുക് അതാണ് കുരിശിനോട് ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യില്ല, ഈ മരത്തിനോട് അല്ലെങ്കിൽ ചുമരിനോട് ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. അപ്പോൾ ആ നിലക്കൊക്കെയാണത് പിന്നെ വന്നിട്ടുള്ളത്. ഏതായാലും വഅമ്മൽ ആഖറു ഫയുസ്ലബ്, ഫയുസ്ലബ്, അവൻ ക്രൂശീകരിക്കപ്പെടും. വമ ഖതലൂഹു വമ സലബൂഹു, സലബൂഹു, അവർ അദ്ദേഹത്തെ പിന്നെ ക്രൂശീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അമൽ ആഖറു ഫയുസ്ലബ്, അവൻ ക്രൂശീകരിക്കപ്പെടും. ഫ, അതിൽ പിന്നെ തഅകുലു ത്വയ്റു മിർ റഅസിഹി. തഅകുലു, തഅകുൽ എന്ന് പറഞ്ഞാൽ തിന്നും. ആര് തിന്നും? അത്തൈറു, അത്തൈർ എന്ന് പറഞ്ഞാൽ പക്ഷികൾ, പക്ഷികൾ തിന്നും. മിൻ റഅസിഹി, അവൻ്റെ റഅസിൽ നിന്ന്, എൻ്റെ തലയിൽ നിന്ന്, തലയിൽ നിന്ന് തിന്ന്. അതാണിപ്പോൾ ഏതിൻ്റെ വ്യാഖ്യാനം? ഖുബ്സ് തിന്നുന്നതാണ്. ഇനി അറാനി അഹ്മിൽ ഫൗഖ റഅസി ഖുബ്സ തഅകുലു ത്വയ്റു മിൻഹു. തൈർ, പക്ഷി അതിൽ നിന്ന് തിന്നുന്നു എന്നാണല്ലോ. ഞാനൊരിക്കലും ഖുബ്സിൻ്റെ കഥ അറിഞ്ഞല്ലോ, ഒന്ന് ഒരു മൈൻഡ് ഫ്രഷ് ആകാൻ കേട്ടോ. ഒരു ഖുബ്സിൻ്റെ കഥ അറിഞ്ഞില്ലേ? മെമ്മറി ടെസ്റ്റാണ് കേട്ടോ. രണ്ടാളുകൾ ഒരു യാത്രയിൽ, ഇതെല്ലാവരോടും ചോദ്യം കണക്കാണ്. ഒരാളടുത്ത് 5 റൊട്ടി, ഒരാൾക്ക് 3 റൊട്ടി. 5 റൊട്ടി 3 റൊട്ടി. അതിനവർ യാത്രയിൽ തിന്നാനിരിക്കുമ്പോൾ ഒരാൾ 5 റൊട്ടിയും വെച്ച്, ഒരാൾ 3 റൊട്ടിയും വെച്ചു. അപ്പോഴാണ് ആ വഴി ഒരാൾ വന്നത്. അപ്പോൾ അയാൾ ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച്. അപ്പോൾ അവർ 3 ആളും ഇത് തുല്യ അളവിൽ തിന്നാൻ തീരുമാനിച്ചു. തുല്യ അളവിൽ തിന്നാൻ തീരുമാനിച്ചു. അങ്ങനെ റൊട്ടി ഓരോന്നും 3 ആക്കി ഭാഗിച്ചു. എന്നിട്ടും തുല്യ അളവിൽ എന്ത് ചെയ്തു? 3 ആളും തിന്നു. ഈ ആഗതനുണ്ടല്ലോ, തിന്നാൻ വന്നിരുന്ന ആൾ, അയാൾ എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്തു? പിന്നെ 8 ദീനാർ അയാളുടെ വക ഒരു സമ്മാനം എന്നുള്ളവർക്ക് കൊടുത്ത് 8 ദീനാർ അവിടെ വെച്ചിട്ട് അയാൾ എന്ത് ചെയ്തു? അയാൾ അവിടുന്ന് പോയി. അപ്പോൾ ഈ 8 ദീനാർ കിട്ടിയപ്പോൾ ഒരാൾ പറഞ്ഞ്, ഇതിലൊരാൾ പറഞ്ഞ് 5 റൊട്ടി വേണമെന്ന ആൾ പറഞ്ഞ് എനിക്ക് 5 ദീനാർ, നിനക്ക് ബാക്കി 3 ദീനാർ. കാരണം നീ 3 റൊട്ടിയാണ്, ഞാൻ 5 റൊട്ടിയാണ്. അപ്പോൾ 3 റൊട്ടി വേണമെന്ന ആൾ പറഞ്ഞ് നമ്മളിട്ട് റൊട്ടിൻ്റെ എണ്ണം നോക്കിയിട്ടല്ല അയാൾ ഈ ദീനാർ ഇവിടെ വെച്ചത്. അയാൾ നമ്മൾ ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ നമുക്ക് ഒരു നന്ദി എന്നുള്ള നിലക്കാണ്. അതുകൊണ്ട് 5 നിനക്ക് 3 എനിക്ക് എന്നുള്ളത് അയാൾ തീരുമാനിച്ചല്ലോ, നിൻ്റെ തീരുമാനമാണ്. ഇത് നമുക്ക് 4 ദീനാർ 4 ദീനാർ വീതെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മറ്റേ ആൾ സമ്മതിക്കണില്ല. മറ്റേ ആൾ പറഞ്ഞാൽ 5 ഞാൻ എൻ്റെ റൊട്ടിയാണ്, 3 നിൻ്റെ റൊട്ടികൾ, അതുകൊണ്ട് 3 നിനക്ക് 5 എനിക്ക് പറഞ്ഞു. അത് പിന്നെ കനകം മൂലം കാമിനി മൂലം കലഹം ഫലവിധ മുലകിൽ സുലഭം, അത് തർക്കമായി, പ്രശ്നമായി, ബഹളമായി. അങ്ങനെയാണ് ഈ കേസ് അലി റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നത്. ഇതിൽ രണ്ടിൽ ആർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ആരുടെ വിധിയാണ് അലി റളിയല്ലാഹുവിനെ സമ്മതിച്ചത്? അലി റളിയല്ലാഹുവിന് ഇതിൽ വിധി പറഞ്ഞു. അതിൽ 2 കൂട്ടരും തൃപ്തിപ്പെട്ട്. ഏത് വിധിയാണ് അലി പറഞ്ഞത് റളിയല്ലാഹുവിന്? ഈക്വലായിട്ടില്ല അല്ലേ? ഒരാൾ 4, മറ്റേ ആൾ 4, രണ്ടുമല്ല. പിന്നെ എങ്ങനെ 2 അല്ലെങ്കിൽ 7? അതെങ്ങനെ 7 ഒന്നും? അതാണ് അതിൻ്റെ വിഷയം. അലി റളിയല്ലാഹുവിന് തീർത്തും വിചിത്രമായ വിധി നടത്തിയത്. ഇവരുടെ തർക്കം 5, 3 അല്ലെങ്കിൽ 4, 4 ആണ്. അലി പറഞ്ഞില്ല, ഈ 3 റൊട്ടി കൊണ്ടുവന്ന ആളുണ്ടല്ലോ അയാൾക്ക് 1 ദീനാർ, 7 5 റൊട്ടി കൊണ്ടുവന്ന ആൾക്ക്. അതിലാണ് നിങ്ങൾ പറഞ്ഞത്. അതാണ് അലി റളിയല്ലാഹു പറഞ്ഞത്. എന്താണ് ഈ എത്ര റൊട്ടിയപ്പോൾ മൊത്തം? 8 എണ്ണം. 8 എണ്ണത്തിന് 3 ആക്കുമ്പോൾ എത്രയായി? 24 എണ്ണം. 24-നെ 3 ആൾ തുല്യ അളവിലെടുക്കുമ്പോൾ ഒരാൾക്ക് 8, അവരിന് 8, മൂന്നാമനും 8. 3 റൊട്ടി കൊണ്ടുവന്ന ആളുടേത് എത്ര കഷ്ണം ഉണ്ടാകുക? 9 കഷ്ണം ഉണ്ടാകുക.
ആ 9 കഷ്ണത്തിൽ 8 അയാൾ തന്നെ തിന്ന്, പിന്നെ ഒരു ഒന്നേ ആർക്കുള്ളൂ? ഈ ഗസ്റ്റിനുള്ളൂ. ബാക്കി 7 ആരുടേതാണ്? ഈ 5 റൊട്ടി കൊണ്ടുവന്ന ആളുടേതാണ്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു പറഞ്ഞത് 6 ദീനാർ 5 റൊട്ടി കൊണ്ടുവന്ന ആൾക്ക് 7 ദീനാർ, 1 ദീനാർ 3 കൊണ്ടുവന്ന ആൾക്ക് എന്ന് പറഞ്ഞത്. അലി റളിയല്ലാഹു ഭയങ്കര, അലി റളിയല്ലാഹുവിൻ്റെ പ്രതിഭ അറിയിക്കുന്ന സംഭവമാണത്. ഏതായാലും ഞാനിവിടെ ഖുബ്സ് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉദാഹരിച്ചു എന്ന് മാത്രം. അല്ലാഹു വ അമ്മൽ ആഖറു ഫയുസ്ലബു ഫതഅകുലു ത്വയ്റു മിൻഹു ഖുദിയൽ അംറുല്ലദി തഅകുലു ത്വയ്റു മിൻ റഅസിഹി, അയാളുടെ തലയിൽ നിന്ന് പക്ഷികൾ തിന്നും. എന്നിട്ട് പറയുന്നത് ഖുദിയൽ അംറു, എന്താ ഖുദിയൽ അംറു? ഇക്കാര്യം തീരുമാനിക്കപ്പെട്ടു. ഖുദിയൽ അംറു, ഇക്കാര്യം തീരുമാനിക്കപ്പെട്ടു. എക്കാര്യം? അല്ലദി, അല്ലദി എങ്ങനെയുള്ള കാര്യം? ഫീഹി, അതിൽ തസ്തഫ്തിയാനി. തസ്തഫ്തിയാനി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഫത്വ ചോദിക്കുന്നു, നിങ്ങൾ ഫത്വ ചോദിക്കുന്നു. തസ്തഫ്തിയാനി, ഫത്വ എന്നതിൽ നിന്നാണ് അത് വന്നത്. ഇവിടെ ഈ ഖുദിയൽ അംറു എന്നല്ല, ഇക്കാര്യം തീരുമാനിക്കപ്പെട്ടതാണ്. എക്കാര്യം? ഇവർ കണ്ടത് അത് ഹുൽമായാലും വേണ്ടില്ല, തഹാലുമായാലും വേണ്ടില്ല. ചരിത്രം പറയുന്നത് ഇവർ സ്വപ്നം കണ്ടതല്ല. പിന്നെയോ ഇവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ചോദിച്ചു കളയാ ഉണ്ടാക്കിയിട്ട് എന്ന് പറഞ്ഞാണ്. അങ്ങനെ അവർ കൃത്രിമമായിട്ട് ഒരു കഥ ഉണ്ടാക്കിയിട്ട് ചോദിച്ചു, സ്വപ്നം കണ്ടെന്ന പോലെ ചോദിച്ചു എന്നാണ്. ചിലർ പറഞ്ഞില്ല, സ്വപ്നം തന്നെ അവർ കണ്ടതെന്നാണ്. എന്തായാലും അതാണ്, ഹുൽമായാലും വേണ്ട, നീ തഹാലുമായാലും വേണ്ടില്ല, നിങ്ങൾ ഈ ചോദിച്ച കാര്യം ഖുദിയൽ അംർ, ഇക്കാര്യം അല്ലതി ഫീഹി, അതിലാണ് തസ്തഫ്തിയാൻ, ഈ നിങ്ങൾ ഫത്വ ചോദിക്കുന്നത്, അത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു, വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരോട് പറഞ്ഞ് നിങ്ങളിൽ ഒരാൾ രക്ഷപ്പെടും, അവരെ എന്ത് ചെയ്യും? അയാൾ വധിക്കപ്പെടും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഒരു വിഷയം, ഈ ഫത്വ എന്താ? ഈ ഫത്വ സംഭവിച്ച ഒരു വിഷയം, അതിൽ ഒരു മതവിധി തേടലാണ് ഫത്വ. അതിനാണ് ഫത്വ എന്ന് പറയുന്നത്. അല്ല, അതിൽ മതവിധി തേടുന്നതാണ് ഇസ്തിഫ്ത. ഇസ്തിഫ്ത മതവിധി കൊടുക്കുന്നതാണ് ഫത്വ. മതവിധി കൊടുക്കുന്നതാണ് ഫത്വ. ഒരാൾക്ക് ഫത്വ കൊടുക്കുമ്പോൾ എന്താ, ആരെ പ്രതിനിധീകരിച്ച് ഈ ഫത്വ കൊടുക്കുന്നത്? അള്ളാഹിനെ പ്രതിനിധീകരിച്ചിട്ട്. അതാണ് ഫത്വൻ്റെ ഗൗരവം. ഇന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ വിധി ഇതാണ് എന്നാണ് ഫത്വ കൊടുക്കുന്നത്. ഒരു കാര്യം സംഭവിച്ചപ്പോൾ ഫത്വ ചോദിക്കുമ്പോൾ ഇതാണ് പടച്ചോൻ്റെ തീരുമാനം നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് ഫത്വൻ്റെ വിഷയത്തിൽ ഗൗരവം. ഫത്വ പറയുമ്പോൾ വളരെ ഗൗരവപ്പെടണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നാണ് നമ്മൾ പറയുന്നത്, അള്ളാഹു വിധിച്ചു എന്നുള്ളതാണ് നമ്മൾ വിധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫത്വ കൊടുക്കാൻ ആരും ഒരുപാടായിരുന്നില്ല, പേടിയാണ്. സഹാബികളൊക്കെ ഇവിടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ 30 ആളുണ്ട് എങ്കിൽ അല്ലേ, ഒരാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ചോദിക്കാൻ പറയും, അയാളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ചോദിക്കാൻ പറയും. അവസാനം ആദ്യം ചോദിച്ചവനിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത് അത്ര പേടിയാണ്. കാരണം ഫത്വൻ്റെ വിഷയമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗൗരവപ്പെട്ട വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു യാത്രയിൽ, ഒരു യുദ്ധയാത്രയിൽ ഒരാൾക്ക് തലക്ക് മുറിവേറ്റ് തല പൊട്ടി. ആ രാത്രി അയാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി. അപ്പോൾ അയാൾ പറയാണ്, തണുപ്പാണ്, രാത്രിയാണ്, എൻ്റെ തല പൊട്ടിയിരിക്കുകയാണ്, കുളിക്കാൻ വയ്യ, അതുകൊണ്ട് എനിക്ക് ഇളവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കുളി ഒഴിവാക്കുന്നതിൽ ഇളവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു, നീ വലിയ താങ്കൾ വലിയ ശുദ്ധിക്കാരനാണ്, കുളിക്കന്നെ വേണം ഫജ്ർ നിസ്കരിക്കണമെങ്കിൽ, ഞങ്ങളൊരളവും കാണുന്നില്ല എന്ന് പറയണം. അപ്പോൾ ഈ സാധു എന്ത് തലയിൽ വെള്ളം ഒഴിച്ചിട്ട് കുളിച്ച് തല പൊട്ടിയതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് അയാൾ മരിച്ചും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ ഈ വിഷയം അവതരിപ്പിച്ച് റസൂലുള്ളാഹി ഖതലഹുമുള്ള എന്ന് വളരെ ഗൗരവത്തിൽ പറഞ്ഞു. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, വിവരക്കേടിന് മരുന്ന് ചോദിച്ച് മനസ്സിലാക്കലാണ്. ഇന്നമ ശിഫാഉൽ ഉയ്യി അസ്സുആൽ എന്ന് പറഞ്ഞ് വിവരക്കേടിനുള്ള മരുന്ന് എന്താണ്? ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആരും അജ്ഞത കൊണ്ട് ഫത്വ നൽകരുത് എന്നുള്ള അർത്ഥത്തിൽ റസൂലുള്ള ഗൗരവത്തിൽ ആ വിഷയം പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഫത്വ, അതിൻ്റെ വിഷയം. തൈമം ചെയ്താൽ മതി, അയാൾ അത്തരക്കാർ തൈമം ചെയ്താൽ മതി. ഇവിടെ ശരിക്ക് ഫത്വ ചോദിക്കുന്ന വിഷയമല്ല. ഇവിടെ എന്ത് വിഷയമാണ്? സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ വിഷയമാണ്. സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ വിഷയമാണ്. പക്ഷെ സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് എന്താ പറഞ്ഞത്? തസ്തഫ്തിയാനി എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഫത്വ ചോദിക്കുന്ന എന്നാണ് പറഞ്ഞത്.
അപ്പോൾ ഈ സ്വപ്നം വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്, വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വപ്ന വ്യാഖ്യാനത്തിന് തവീൽ റുയ എന്നാ പറയുക, സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്നതിന് തവീൽ എന്നാ പറയുക. പക്ഷേ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. തവീൽ റുയായ, എൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അതേപോലെ പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പറഞ്ഞില്ലേ, ഹാദാ തവീൽ റുയായ മിൻ ഖബിൽ, ഇതിനു മുമ്പ് ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ തവീൽ വ്യാഖ്യാനമാണ് ഇത് എന്ന് പറയുന്നുണ്ടല്ലോ, തവീൽ എന്ന് പറയും. അതേപോലെ തന്നെ ആ തവീലിനെ കുറിച്ചാണ് ഇവിടെയും പറയുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തസ്തഫ്തിയാനി എന്ന് പറഞ്ഞു. അതേപോലെ അഫ്തൂനി ഫി റുയായ, ഞാൻ കണ്ട സ്വപ്നത്തിൽ എനിക്ക് ഫത്വ തരൂ എന്നാണ് രാജാവ് പറയുന്നുണ്ടല്ലോ. അള്ളാഹു പ്രയോഗിച്ചത് ആ പ്രയോഗമാണ്, അഫ്തൂനി ഫത്വ. അതുകൊണ്ട് തന്നെ ഈ സ്വപ്ന വ്യാഖ്യാനത്തിന് വേണ്ടിയിട്ട് ചില ആളുകൾ ഇരിക്കുകയാണ്, ആളുകൾ ചോദിക്കുകയാണ്, ഞാൻ ഇന്ന സ്വപ്നം കണ്ട അതിൻ്റെ വ്യാഖ്യാനം എന്താണ്. അപ്പോൾ ഈ കണ്ട വ്യക്തിന് അയാളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്കാതെയാണ് ചില ആളുകൾ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ അപകടമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ആളുകൾ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ചോദിച്ചു. അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അബിൻ നുബൂവത്തി യുൽ അബ് എന്നാണ്. നുബൂവത്ത് കൊണ്ടാണോ കളി എന്നാണ്. എന്താ നുബൂവത്ത് കൊണ്ടാണോ കളി എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നുബൂവത്ത് കൊണ്ടാണോ കളി? സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞെന്താ? അർറുയ അസ്സാലിഹ ജുസ്ഉം മിൻ 40 ജുസ്അ മിനൻ നുബുവ എന്നാണ്. പ്രവാചകത്വത്തിൻ്റെ 40 ഒരു ഭാഗമാണ് എന്നാണ്. പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന വഹയാണ് നബിമാർക്ക്, അല്ലേ? അതിൽ എല്ലാം എന്താണ് അള്ളാഹു നൽകുന്നത്? എന്താണ്? വഹയാണ്, നുബുവത്ത് വഹയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് റുയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില നല്ല സ്വപ്നങ്ങൾ അത് ശരിയായി ഭവിക്കും. അത് അള്ളാഹുവിൽ നിന്നുള്ള സുവിശേഷമാണ്. ബുഷ്റാമീൻ അള്ളാഹുവിൽ നിന്നുള്ള സുവിശേഷമാണ് എന്ത്? നല്ല സ്വപ്നങ്ങൾ. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള നബിമാർക്കുള്ള വഹി എന്ന പോലെ നബിമാരല്ലാത്തവർക്ക് അള്ളാഹു നല്ല സ്വപ്നങ്ങൾ കാണിച്ചിട്ട് ചില സന്തോഷ വാർത്തകൾ നൽകും, ചില സുവിശേഷങ്ങൾ നൽകും. അപ്പോൾ നുബുവത്തിൻ്റെ ഒരു ഛായ ആർക്കുണ്ട്? ഈ നല്ല സ്വപ്നങ്ങൾക്ക് നുബുവത്തിൻ്റെ ഛായ നല്ല സ്വപ്നങ്ങൾക്കുണ്ട്. അപ്പോൾ ആരെങ്കിലും ഈ സ്വപ്ന വ്യാഖ്യാനം വിവരമില്ലാത്തവനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നുബുവത്തോണ്ടുള്ള കളിയാണ്. അതാണ് ഇമാം മാലിക് പറയുന്നത്. അബിൻ നുബുവത്തി യുൽ അബ്, പ്രവാചകത്വം കൊണ്ടാണോ കളിക്കുന്നത്? ഇമാം മാലിക്കിനോട് ചോദിച്ചപ്പോൾ അപ്പോൾ ചില ആളുകൾ വന്നിട്ട് ഞാൻ അത് കണ്ടു, ഞാൻ ഇത് കണ്ട്, അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്നൊക്കെ ചോദിക്കും. ചിലർ ഫോണ് ഈ ചാനലുകളിൽ ഇരുന്നിട്ട് ചോദിക്കുകയാണ്, എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് മുഷ്കില. അതിൻ്റെ അർത്ഥം സ്വപ്നങ്ങൾക്കൊന്നും വ്യാഖ്യാനമില്ല എന്നുള്ളതല്ല. ആളുകളോട് ചോദിക്കേണ്ടെന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ചോദിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട് ചോദിച്ചിട്ട് നിങ്ങൾ വല്ല സ്വപ്നം കണ്ടിട്ടുണ്ടോ, അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സുബഹി നിസ്കരിച്ചിട്ട് റസൂലുള്ളാഹി പ്രത്യേകം മുസല്ലയിൽ ഇരിക്കും. എന്തിന്? സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് അതിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട സ്വപ്നം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ആയിഷ റളിയല്ലാഹു തആല സ്വപ്നം വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വപ്നം വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു സ്വപ്നം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കെ ഒരാൾ സ്വപ്നം കണ്ട് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലെ ഞാനത് വ്യാഖ്യാനിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ കണ്ട സ്വപ്നത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിച്ചു. റസൂലുള്ളാഹി അത് കേൾക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നത് നിങ്ങൾ പറഞ്ഞത് ചിലത് ശരിയായിട്ടുണ്ട്, ചിലത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനമുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പക്ഷേ അത് വ്യാഖ്യാനിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ചില സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ പിന്നെ വിശുദ്ധ ഖുർആനിൽ ചില സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ വന്ന വിഷയങ്ങളാണ് എങ്കിൽ എന്ത് ചെയ്യും? പിന്നെ ഇപ്പം തടിച്ച പശുക്കൾ, മെലിഞ്ഞ പശുക്കൾ, പച്ചക്കതിർക്കുലകൾ, ഉണങ്ങിയ കതിർക്കുലകൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പോൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഇവിടെ പറഞ്ഞ ആ വ്യാഖ്യാനം അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ. കിതാബുണ്ട് സ്വപ്ന വ്യാഖ്യാനം ഉണ്ടല്ലോ. ഇവിടെ പിന്നെ ഈ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ശൈലി, അതാണ് നമ്മളുടെ ഇത് കണ്ട. അമ്മ അഹദുക്കുമ എന്ന് പറഞ്ഞത്, അമ്മൽ ആഖർ എന്ന് പറഞ്ഞത്, ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് പിന്നെ തകരാതിരിക്കാൻ വേണ്ടി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു പിന്നെ നിലപാട് സ്വീകരിച്ചത് ഇതിലൊരു പിന്നെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഖുദിയൽ അംർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൽ വേറെയും വന്നിട്ടുണ്ട്. ഖുദിയൽ അംർ എവിടെ? വഅൻദിർഹും യൗമൽ ഹസ്രത്തി ഇദ് ഖുദിയൽ അംർ വഹും ഫീ ഗഫ്ലത്തി എന്ന് പറഞ്ഞാൽ
സൂറത്ത് മറിയമിൽ വഅൻദിർഹും യൗമൽ ഹസറ ഇത് ഖുദിയൽ അംർ. അവിടെ ഖുദിയൽ അംർ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ പ്രത്യേകം ഒരു തീരുമാനമാണ്. അത് പരലോകത്ത് വിധി തീർപ്പാണ്. ആ വിധി തീർപ്പിൻ്റെ സമയം അതിനെക്കുറിച്ച് പിന്നെ മുന്നറിയിപ്പ് നൽകാൻ പറഞ്ഞെടുത്ത്. അതേപോലെ തന്നെ വക്കാല ശൈത്താനു ലമ്മ ഖുദിയൽ അംർ ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും അല്ലേ. കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി തീർപ്പ് നടത്തി. സ്വർഗാർഹരെയും നരകാർഹരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിച്ചു. സ്വർഗാർഹർ സ്വർഗത്തിലെത്തി, നരകാർഹർ നരകത്തിലെത്തി. അതാണ് വക്കാല ശൈത്താൻ. അപ്പോൾ ശൈത്താൻ പറയാണ് ലമ്മ ഖുദിയൽ അംർ. ലമ്മ ഖുദിയൽ എന്ന് പറഞ്ഞാൽ അവിടെ ഖുദിയൽ അംർ എന്താ? അവിടെ ഇതാണ് അള്ളാഹു വിധി തീർപ്പ് നടത്തിയിട്ട് സ്വർഗാർഹരെ സ്വർഗത്തിലും നരകാർഹരെ നരകത്തിലും എത്തിച്ചു. അത് അപ്പോൾ ആ സമയം ശൈത്താൻ പറയാണ് ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ പ്രോമിസ് അത് സത്യ വാഗ്ദാനമായിരുന്നു. ഓ വഅദ്തുക്കും, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി ഫഅഖ്ലഫ്തുക്കും, ഞാൻ ചെയ്ത വാഗ്ദാനത്തിൽ ഞാൻ നിങ്ങളോടെതിരായി ഞാൻ അതിനെ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുകയാണ്. ഇബ്ലീസിൻ്റെ പ്രസംഗം നരകത്തിൽ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു മജർനാമിനെന്ന. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഈ ഖുദിയൽ അംർ വന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നെ സന്ദർഭമാണ് അത് എന്ത് എന്നുള്ളത് നിർണ്ണയിക്കുക. ഇവിടെ ഇവർ വിശദീകരണം ചോദിച്ച സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അത് ഉണ്ടല്ലോ, ആ കാര്യം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ഇതിൽ രക്ഷപ്പെടും, അവരൻ ശിക്ഷിക്കപ്പെടും എന്നുള്ള വിഷയം അത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ചോദിച്ചതിനി കാര്യത്തിനായാലും കളിക്കായാലും ഉണ്ടാക്കി സ്വപ്നം വ്യാജമാക്കി ചോദിച്ചതായാലും അതല്ല നിങ്ങൾ കണ്ടിട്ട് ചോദിച്ചതായിട്ടുണ്ടെങ്കിലും കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഈ ഖുദിയൽ അംറു എന്ന് പ്രയോഗിച്ചത് കാരണത്താലാണ് ഇവർ യഥാർത്ഥത്തിൽ സ്വപ്നം കണ്ടിരുന്നില്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമി ഒന്ന് നോളാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, ആ രീതിയിൽ മനോഭാവത്തിൽ ചോദിച്ചതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഖുദിയൽ അംർ എന്ന് പറഞ്ഞത് എന്നൊക്കെ അത് എൻ്റെ തഫ്സീറിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഖലാസ്. ഇനി വക്കാലല്ലദീന ജാമിനുഹുമ എന്ന് പറഞ്ഞ ആയത്തിൻ്റെ വിശേഷം അടുത്ത ആഴ്ച പറയാം. അറിവുള്ളവർ പറയണം, വേറെ ഉള്ളവർ പറയാനുണ്ടെങ്കിൽ സൂക്ഷ്മത പുലർത്തുന്നത് നല്ല തന്നെയാണ്. യോഗ്യരായ ആളുകൾ പറയാനുണ്ട് എങ്കിൽ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരാൾ അവസ്ഥയാണെങ്കിൽ അയാൾ പറയൽ നിർബന്ധമാണ്, ഫത്വ നിർബന്ധമാണ്. പക്ഷേ വേറെയുള്ള ആളുകളുണ്ട് എങ്കിൽ അയാൾക്ക് തൻ്റെ തടി സലാമത്താക്കാം. മുഷ്കിൽ. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.